ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇതൾ കലാ സാംസ്കാരിക സമിതിയാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. കിറ്റ് വിതരണവും നടത്തി. കരുനാഗപ്പള്ളി ഇതൾ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത്. കരുനാഗപ്പള്ളി ടൗൺ മസ്ജിദ് ഇമാം ഷാഹിദ് മൗലവി ഇഫ്താർ സന്ദേശം നൽകി. എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബത്തിന് ജീവിക്കണം, എൻ്റെ സന്തോഷം അതെൻ്റേത് മാത്രം എന്ന ചിന്താഗതിയിലാണ് മനുഷ്യൻ്റെ മുൻപോട്ടുള്ളത്. തൻ്റെ സന്തോഷത്തിന് വിഘാതം നിൽക്കുന്ന, തടസ്സം നിൽക്കുന്ന ആരെയായിരുന്നാലും ബന്ധങ്ങൾ പോലും പരിഗണിക്കാതെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ബന്ധം കൊള്ളുന്ന മനസ്സിന്റെ ഉടമകളായി മനുഷ്യന്മാരെ. നാടകാചാര്യൻ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അവസാന ദിവസമാണ് ഇഫ്താർ ആഘോഷിക്കുന്നത്. 14 മണിക്കൂറോളം പ്രാർത്ഥനയിലും നിലവാരം കഴിക്കാൻ 37 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ കരുനാഗപ്പള്ളി വെന്തിരുമ്പോൾ കേരളത്തിന്റെ മുഖ്യ ഭാഗങ്ങളിലും 31 ഡിഗ്രി പോലും താങ്ങാനാകാത്ത നമുക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന ഈ സുദിനത്തിൽ പോച്ചയിൽ നാസർ മുഖ്യപ്രഭാഷണം നടത്തി. അത് വർഷങ്ങളായി ജനങ്ങളെ കൂട്ടിപ്പിടിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മഹാ സംസ്ഥാനമാണ്. ഈ കാരുണ്യത്തിൻ്റെ ഈ മാസത്തിൽ ലോകത്ത് സമാധാനം ഇല്ലാത്ത ഈ സമയത്ത് ജനങ്ങളെ ഒരുമിച്ച് നിർത്തി ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് എല്ലാവിധ ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നത്. ഇതൾ കലാ സാംസ്കാരിക സമിതി ചെയർമാൻ എസ് രാജേഷ് അധ്യക്ഷത വഹിച്ചു. സാജിൻ ബാബു ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. CV സന്തോഷ് കുമാർ, കൗൺസിലർ സുധാകുമാരി, M ഷബീർ, മുഹമ്മദ് ഹുസൈൻ, ഷഫീഖ, രാധാകൃഷ്ണൻ, അനൂപ് ആശ്വാസ്, ഷാജി ചാവടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.